ഞാൻ ആ റൂമിൽ താമസിച്ചോട്ടെ പാർവതി എന്ന് ചോദിക്കുന്നത് അത്ര വലിയ മാനക്കേടാണോ അമ്മേ? ആവശ്യക്കാർക്ക് ഔചിത്യമില്ലാന്നല്ലേ? ചുമ്മാ ചോദിക്കണം. പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു മാനക്കേടും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാണെന്ന് അമ്മ പറഞ്ഞു. പക്ഷേ പാർവതിയും ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയല്ലേ? പാർവതിക്ക് ഒരു മാനക്കേട് വരാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? അതല്ലേ ഞാൻ ആദ്യം ചെയ്യേണ്ടത് അമ്മേ? മോനെ, അത് ജാസ്മിൻ വെറുതെ കിടന്ന് ബബ്ബ അടിക്കല്ലേ അമ്മേ. ബ്രോ പറഞ്ഞത് 100% ശരിയായതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ ഇടപെടണ്ട. പാർവതിയും ജാസ്മിനും കൂടി ഇത് തീരുമാനിക്കട്ടെ. ജാസ്മിൻ, നീ റിക്വസ്റ്റ് ചെയ്ത പാർവതി സമ്മതിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. ഇവളുടെ കാല് പിടിക്കുന്നതിലും ഭേദവേ ഞാൻ സ്വയം കെട്ടിത്തൂങ്ങി ചാവുന്നതാ. ഞാൻ ഔട്ട് ഹൗസിലേക്ക് മാറണം, അത്രയല്ലേ വേണ്ടു. ഞാൻ മാറിക്കോളാം. ജാസ്മിൻ, ദേ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. അതിനകത്ത് നിറയെ കൊതുകുകളാ. AC പോയിട്ട് നല്ലൊരു വെന്റിലേഷൻ പോലും ഇല്ല അതിനകത്ത്. ഒരുമാതിരി സ്റ്റോറും പോലത്തെ ഒരു സ്ഥലമാ. നിന്ന് തിരിയാൻ പറ്റത്തില്ലെന്നേ. അങ്കിൾ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ദുരഭിമാനികൾ നരകത്തിൽ പോകുന്നു പറയുന്നത് വെറുതെ അല്ല. അനുഭവയോഗം അനുഭവിച്ചല്ലേ പറ്റൂ. ഔട്ട് ഹൗസിന്റെ കീ എവിടെ? പാർവതി, ആ കീ അങ്ങ് കൊടുത്തേക്ക്. ഗാർഗി, നീ എന്തിനിപ്പോ കീ തട്ടിക്കളഞ്ഞേ? ഞാൻ തട്ടിക്കളഞ്ഞൊന്നുമല്ല, അറിയാതെ തട്ടിപ്പോയതാ. അറിയാതെ തട്ടിയൊന്നുമല്ല, മനഃപൂർവ്വ. അതെടുത്ത് ജാസ്മിൻ കൊടുക്ക്. അയ്യോ, എനിക്ക് കുനിയാൻ വയ്യ അങ്കിളെ. 3 ദിവസമായിട്ട് ഭയങ്കര നടുവേദനയാ. ആ കീ ജാസ്മിൻ തന്നെ എടുത്തോളൂ. ജാസ്മിനെ, ആ കീ എടുത്തിട്ട് ഔട്ട് ഹൗസിലേക്ക് പൊയ്ക്കോളൂ. ഇവളിത് മനഃപൂർവ്വം ചെയ്തതാ, ഞാൻ പാർവതിയുടെ കാലിൽ വീണു എന്ന് വരുത്തി തീർക്കാൻ. ഞാനെടുക്കാം. ജിതിൻ, നോ. പാർവതിയുടെ മുന്നിൽ ഒരു നിമിഷം പോലും തല ഉനിക്കാൻ വയ്യാത്തോണ്ടല്ലേ ജാസ്മിൻ കീ എടുക്കാത്തത്. അതെ, അഹങ്കാരത്തിന്റെ ലക്ഷണം. അഹങ്കാരികളെ എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളവരെ ഞാൻ ഔട്ട് ഹൗസിൽ പോലും താമസിപ്പിക്കില്ല. പൊളി ബ്രോ. എടുക്ക് ജാസ്മിൻ. എടുക്കുമ്പോ പാർവതിയുടെ കാലൊന്ന് തൊട്ടു വന്ദിച്ചേക്ക്. ഗാർഗി, നിനക്ക് പുണ്യം കിട്ടും. ഏട്ടാ, എടുത്തോ.
ജാസ്മിൻ, നീ എന്തായി കാണിക്കുന്നേ? ഇത് ഔട്ട് ഹൗസ് ആണോ അതോ ആക്രി ശേഖരിക്കുന്ന സ്ഥലോ? ഇവിടെ വന്ന് കിടക്കാൻ ഞാനെന്താ പിച്ചക്കാരിയാണെന്നാണോ അവള് വിചാരിച്ചിരിക്കുന്നത്? തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞാലേ നിന്റെ കൂടും കൊടുക്കൊക്കെ എടുത്ത് അവര് വിട്ടോളാൻ പറയും. ഇവിടുന്ന് ഒരിക്കൽ ഇറങ്ങിയ പിന്നീട് തിരിച്ചു കയറാൻ പറ്റില്ല. അത് ഓർമ്മ വേണം നിനക്ക്. ഇതിനകത്ത് കിടക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? ഏട്ടന് പറ്റുമോ ഒരു ദിവസം തികച്ച് ഇതിനകത്ത് കിടക്കാൻ? എനിക്കറിയാം ജാസ്മിൻ, പക്ഷേ ഒരു പ്രതിഷേധവും കാണിക്കാതെ നീ ഇതിനകത്ത് കഴിഞ്ഞ നിന്നോട് അവർക്ക് സഹതാപം തോന്നി തുടങ്ങും. അങ്ങനെ ആ വലിയ വീട്ടിലെ മരുമോളാവാൻ നിനക്ക് പറ്റും. ആ പാർവതിയെ ഈ തൊഴുത്തിലേക്ക് കെട്ടുകെട്ടിക്കാനും നിനക്ക് കഴിയും. നാളത്തെ വലിയൊരു നേട്ടത്തിന് വേണ്ടി നീ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്ര തന്നെ. ഈ സാധനങ്ങളും പാത്രങ്ങളൊക്കെ അല്ലേ നിന്റെ പ്രശ്നം? ഇത് ഇവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റി മാറാലയം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയ സ്വസ്ഥമായിട്ട് ഇവിടെ കിടക്കാം. ഇത് ക്ലീൻ ചെയ്യാൻ ഞാനും കൂടെ സഹായിക്കാം. വാ. ഇതുപോലെ ആ പാർവതിയെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് വലിച്ചെറിയും. ഇതൊക്കെ എന്തിനിങ്ങനെ പുറത്തിട്ടിരിക്കുന്നേ? ഈ പഴയ സാധനങ്ങൾക്കിടയിൽ ചടഞ്ഞുകൂടി കിടക്കാനേ ഞാൻ എലിയൊന്നുമല്ല. എന്നെ ഇങ്ങോട്ട് കെട്ടിക്കുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിടണമെന്നുള്ള മര്യാദ പോലും ആരും കാണിച്ചില്ലല്ലോ. ജാസ്മിൻ തമ്പുരാട്ടിക്ക് സപ്രമഞ്ച ഒരുക്കാൻ പുറത്തുനിന്ന് ഇനി പരിചാരകരെ കൊണ്ടുവരണമായിരിക്കും. നാവ് പോലെ നീളമുള്ള 2 കൈകളുണ്ടല്ലോ, തന്നെത്താൻ അങ്ങ് വൃത്തിയാക്കിയാ മതി. 2 എണ്ണത്തിനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ജാസ്മിൻ ആരാണെന്നേ നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്ത് കാണിക്കുന്നാ? കാണിച്ചു തരാൻ വേണ്ടി മുഷ്ടിയും ചുരുട്ടി പിടിച്ചോണ്ട് വരുമ്പോഴേ നീ ഒരു കാര്യം ഓർക്കണം. മുട്ടാൻ പോകുന്നത് ഈ ഗാർഗിയോടാണെന്ന്. എന്തു പറഞ്ഞാലും ചെയ്താലുവേ പാർവതി മിണ്ടാതെ നിൽക്കുമായിരിക്കും. പക്ഷെ അതുപോലെ അല്ല ഈ ഗാർഗി. നിന്റെ അമ്മ നിന്റെ വായിൽ ആദ്യം ഇറ്റിച്ച് തന്ന പൊന്നും തേനും വരെ നിന്നെ കൊണ്ട് ഞാൻ ഛർദിപ്പിക്കും. നിനക്കേ ഈ ഗാർഗിയെ ശരിക്കറിയില്ലല്ലോ. അമ്മ പറയുന്നോടി. ഞാൻ പറഞ്ഞതല്ല, നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. തലതെറിച്ച മക്കളുണ്ടായാലേ എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതായിരിക്കും. കുഴിമാടത്തിൽ കിടക്കുമ്പോഴും സ്വസ്ഥത ഉണ്ടാവില്ല. ജാസ്മിൻ, ഇവരോടൊന്നും നീ സംസാരിക്കാൻ പോണ്ട. നീ വന്നേ. ഒന്ന് നിന്നേ, പോവാൻ വരട്ടെ. ആ കിടക്കുന്നതൊക്കെ ഗായത്രി അമ്മ ഉപയോഗിച്ചിരുന്നതാ. ഗായത്രി അമ്മ ആരാണെന്ന് മനസ്സിലായല്ലോ. വിശാൽ ബ്രോയുടെ സ്വന്തം അമ്മ. ആ അമ്മ കഴിഞ്ഞിട്ടേ ഈ കുടുംബത്തിൽ ആർക്കും സ്ഥാനമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ കുടുംബത്തില് നിന്നേക്കാൾ വില ഗായത്രി അമ്മ ഉപയോഗിച്ചിരുന്ന ഈ സാധനങ്ങൾക്കുണ്ടെന്ന്. ഇതൊക്കെ എടുത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് മനസ്സിൽ ഗായത്രി അമ്മയോടൊരു സോറി പറയും.
ജീവിച്ചിരിക്കുന്നവരുടെ സോറി പറഞ്ഞ ശീലമില്ല ഈ ജാസ്മിന്. പിന്നെയല്ലേ ചത്തുപോയവരോട്. ചത്തുപോയവരോ? അങ്ങനൊരു വാക്ക് നിന്റെ വായി നിനി വീണ നീ ഓങ്ങിയതല്ലേ ഉള്ളൂ. ഞാനതൊക്കെ പ്രവർത്തിക്കും. പട്ടിയും പൂച്ചയും കുറിച്ചൊന്നും അല്ല നീ പറഞ്ഞത്, ഗായത്രിയമ്മയെ കുറിച്ചാ. കുറച്ചുകൂടെ മര്യാദയുടെ ഭാഷ നീ ഉപയോഗിക്കണം, മനസ്സിലായോ? നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. വിശാലിന്റെ അമ്മ നിനക്ക് ദൈവമായിരിക്കും, പക്ഷേ എനിക്കല്ല. വേണ്ട, വഴക്കിനൊന്നും പോണ്ട. പറഞ്ഞ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരോട് ഒന്നും പറയാതിരിക്കുന്നേ നല്ലത്. നീ വാ ജാസ്മിൻ, വാ. ദൈവം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇതുപോലെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന കാണുമ്പോ മനസ്സിനൊരു വല്ലാത്ത വിഷമം. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാം. ഹാ, ഗുഡ് ഐഡിയ. നീ തുടങ്ങിക്കോ, ഞാൻ സഹായിക്കാം. അച്ഛാ, എന്താ ചായ? പാർവതി ഇപ്പോ പഴയതുപോലെ അല്ലല്ലോ അച്ഛാ. കെട്ടിച്ചു വിട്ട അതോടെ പെൺകുട്ടികളുടെ ഉത്സവവും തിരുവാതിരയും ഒക്കെ അവസാനിച്ചു. ആ വീട്ടിലെ ഓരോരോ തിരക്കുകളായി നടക്കുമ്പോ ഉത്സവത്തെക്കുറിച്ച് ഓർക്കാനൊക്കെ അവൾക്ക് നേരം കിട്ടുവോ? അവള് മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. അവൾക്ക് മറക്കാൻ കഴിയുമോ? മോള് പറഞ്ഞതുപോലെ ഇങ്ങോട്ടിറങ്ങാനുള്ള നേരം കിട്ടുന്നുണ്ടാവില്ല. ആ മണിക്കുട്ടം പോലെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അതാ എനിക്കും അത്ഭുതം. ആരോ വരുന്നുണ്ടല്ലോ. ആ, അത് പ്രമോദ അച്ഛാ. പല്ലവിയുടെ കൂട്ടുകാരിയില്ലേ സുരഭി, അവളുടെ ആങ്ങളയാ. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം. പല്ലവി എവിടില്ല അമ്പേജി? ഉണ്ട്, ഞാൻ വിളിക്കാം. പല്ലവി മോളെ. പ്രമോദെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു അമ്പേജി. എന്താ അമ്മ? സുരഭിയുടെ മൊബൈലിൽ വന്ന ഫോട്ടോസ് പ്രിന്റ് എടുത്തു തരാൻ നീ പറഞ്ഞല്ലേ? ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. ശരി ചേച്ചി. ആരുടെ ഫോട്ടോയാ? അത് അമ്മ, ഞാൻ പിന്നെ കാണട്ടെ. വേണ്ട, തരാനാ പറഞ്ഞ. ഇങ്ങ് തരാനില്ല. പല്ലവി, അമ്മ വീട തരാൻ. എന്താ അമ്മ ഇത്? വിപിന്റെ ഫോട്ടോ. ഇതെന്തിനാ നിനക്ക്? സുരഭിയുടെ ഫോണിലേക്ക് വിപിൻ സാർ അയച്ചതാ. എന്തിന്? എനിക്കറിയില്ല. എന്നിട്ട് പല്ലവിക്ക് കൊടുക്കണമെന്ന് അവളോട് പറഞ്ഞു അത്ര. ഞാൻ ഇത് വിശ്വസിക്കില്ല. സത്യം പറയടി, എന്തിനാ നിനക്ക് ഈ ഫോട്ടോ? ഞാൻ പറഞ്ഞത് സത്യം അമ്മ. എന്റെ സൗന്ദര്യത്തില് വിപിൻ സാറും മയങ്ങിപ്പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും.
ദേ പല്ലവി, വെറുതെ അനാവശ്യം പറയരുത്. നീ കള്ളം പറയുന്നതാ. ഈ കുട്ടി ഇങ്ങനത്തെ വഷളത്തരങ്ങളൊന്നും ചെയ്യില്ല. സത്യം പറയാനാ പറഞ്ഞേ. പറയാൻ പറയടി. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വേണ്ട, കുട്ടിയോട് ഞാൻ ചോദിക്കാം. മോളെ, വിശാലിന്റെ അനിയൻ ഇതുപോലുള്ള തല്ലുകൊള്ളിത്തരം ചെയ്യില്ലെന്നാണ് മുത്തശ്ശന്റെ വിശ്വാസം. മോള് സത്യം പറ. മോൾ ആവശ്യപ്പെട്ടിട്ടല്ലേ അവൻ ഈ ഫോട്ടോ തന്നത്? അതെ. മോൾക്കെന്തിനാ അവന്റെ ഫോട്ടോ? ഒരു കാര്യവുമില്ലാതെ മറ്റൊരാളുടെ ഫോട്ടോ ആവശ്യപ്പെടില്ലല്ലോ. മോള് മുത്തശ്ശനോട് സത്യം പറയ. അത് മുത്തശ്ശ, ഉത്സവത്തിന് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കില്ലേ, അതില് വിപിൻ സാറിന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടിയാ അയച്ചു തന്നത്. ഈ അമ്മയ്ക്ക് എന്നെ എപ്പോഴും സംശയം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചത്. ഒരു ആൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ ആവശ്യപ്പെടാന്ന് പറഞ്ഞ കെട്ടിക്കാറായ പെൺകുട്ടിയല്ലേ അവള്. കുട്ടിക്കളി മാറിയിട്ടില്ല, അതുകൊണ്ടാ. മോൾ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ ഉദയനൂരമ്മ, ഗോപിയേട്ടാ, കുറച്ചുകൂടെ. ഗോപിയേട്ടാ, അതെ, പുറമേ നിന്ന് നോക്കുമ്പോ പ്രഭാവതിയെ പോലൊരു ഭാഗ്യശാലി വേറെ ഇല്ലാന്ന് തോന്നും. ആ, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയല്ലേ ജീവിക്കുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ തീയ. അതവർക്കറിയില്ലല്ലോ. എന്റെ മകൻ ഗോപിയേട്ടന്റെ മകൻ എന്നുള്ള വേർതിരിവൊന്നും ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇനിയൊട്ട് കാണിക്കത്തുമില്ല. ഗോപിയേട്ടാ, വിനയും വിശാലും വിപിനും ഒക്കെ എന്റെ മക്കള് തന്നെയാ. എല്ലാ അമ്മമാരെയും പോലെ എനിക്കും ആഗ്രഹമുണ്ട് മക്കള് ഒരു കുടുംബമായിട്ട് കാണാനും കൊച്ചുമക്കളെ ലാളിക്കാനും ഒക്കെ. പക്ഷേ വിനയ്ക്ക് ഇനി ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. വിശാലിന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ പേരിനൊരു വിവാഹം കഴിച്ചു എന്നല്ലാതെ അവളെ കൊണ്ട് അവനോ ഈ കുടുംബത്തിനോ ഒരു ഗുണവുമില്ല, ദോഷങ്ങളല്ലാതെ. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയാൽ മാത്രം മതിയോ? അനുഭവിക്കാൻ ആള് വേണ്ടേ?